ഏത് അയ്യപ്പ ഭക്തന്മാരത്? ആർക്കത് മനസ്സിലാവാത്തത്? അയ്യപ്പനെ ഹൃദയത്തോട് ചേർത്ത് പിടിച്ച ഒരൊറ്റ അയ്യപ്പ ഭക്തൻ നില അവിടെ ഉണ്ടോയെന്ന് എനിക്ക് സംശയമാണ്. ഏതെങ്കിലും സാധുക്കൾ ഇതിന്റെ സത്യാവസ്ഥ അറിയാതെ വന്ന് പെട്ടവരുണ്ടെങ്കിൽ ഉണ്ടാകും. ആളുകൾക്ക് മനസ്സിലായി, അത് വളരെ ക്ലിയർ. അത് തന്നെയാണ് ഇന്നലെ ആ കോലത്തിലെ സദസ്സായത്. അല്ല, രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയം അത് ആ പറയുന്ന എന്താ പറയുക ഉത്തരവാദിത്തപ്പെട്ട UDF-ഉം കോൺഗ്രസ് പാർട്ടിയും എടുക്കേണ്ട നിലപാടുകളാണ്. അത് കൃത്യമായി നിലപാടുകൾ എടുത്തത് കാര്യങ്ങൾ കൃത്യമായി പകുതി പറഞ്ഞ് പകുതി പറയാത്താണ് സത്യത്തിൽ ഇതിന്റെ വിഷയം. അതിലാണ് ഈ കൺഫ്യൂഷൻ കോൺഗ്രസ് പ്രവർത്തകർക്കും ബാക്കിയുള്ളത്. ആ കൺഫ്യൂഷൻ തീർക്കത്തക്ക രീതിയിലുള്ള ഒരു കാര്യങ്ങൾ നിലപാട് സ്വീകരിച്ച് പറഞ്ഞാൽ അത് അവസാനിക്കുന്നേ ഉള്ളൂ. അത് അവരാണ് ആലോചിക്കേണ്ടത്. അല്ല, അതൊക്കെ ഓരോരുത്തരുടെ വ്യക്തിപരമായ വിഷയമാണ്. മണ്ഡലത്തിലേക്ക് പോയിട്ട് ജനങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഉപകാരം ചെയ്യാൻ വേണ്ടിയിട്ടാണല്ലോ സാധാരണഗതിയിൽ ഒരു MLA മണ്ഡലത്തിലേക്ക് പോകുന്നത്. അവിടെ ജനങ്ങളെ കാണാനും ജനങ്ങളുടെ പ്രശ്നങ്ങൾ അറിയാനും അത് പരിഹരിക്കാനാണ് സാധാരണ എല്ലാ പൊതുപ്രവർത്തകരും MLA-മാരൊക്കെ നമ്മളെ മണ്ഡലങ്ങളിലേക്ക് പോകുന്നത്. അത്തരത്തിലൊരു സാഹചര്യം അവിടെ ഇല്ല എന്ന് മാത്രമല്ല, ഈ ഒരു സതുദ്ദേശത്തോടു കൂടി പോകുന്ന ഒരു 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 പൊതുപ്രവർത്തകൻ അല്ലെങ്കിൽ MLA നാളെ അവിടെ കുരുക്കിലാക്കാൻ വേണ്ടിയിട്ട് ഒരു വിഭാഗം ശക്തമായി നിൽക്കുകയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ ഉദ്ദേശത്തിന് എന്താ പറയുക കളങ്കം ചാർത്തുന്ന റിസൾട്ട് എന്താണ് ഉദ്ദേശിച്ചത് അതിൻ്റെ ഒരു ആൻറ്റി റിസൾട്ട് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതെല്ലാം ആലോചിച്ചുകൊണ്ട് വേണം ഒരു തീരുമാനം എടുക്കുന്നത്. അവിടുത്തെ പ്രാക്ടിക്കൽ സാഹചര്യങ്ങൾ കൂടി കണക്കാക്കിയിട്ട് വേണം വരണോ വരണ്ടെന്ന് അദ്ദേഹം തീരുമാനിക്കാൻ. അതാണ് വലിയ സന്തോഷമുള്ള കാര്യം. ഞാൻ പറയാൻ വിട്ടുപോയി, ആദ്യം പറയാൻ ഉദ്ദേശിച്ചാണ്. നമുക്കറിയാം, നമ്മൾ തൃണമൂൽ കോൺഗ്രസിൽ ജോയിൻ ചെയ്തതിന് ശേഷം നിരവധിയായിട്ടുള്ള പല വാർത്തകളും ബാക്കിയുള്ളതും പല ജാതി നേതാക്കന്മാരും ഞങ്ങളാണ് ഞങ്ങൾ തറവാട്ടുകാരെന്നൊക്കെ പറഞ്ഞ് പലരും നടന്നിരുന്നു. അങ്ങനെ ഒരു സംശയം പൊതുസമൂഹത്തിന് മുമ്പിൽ നിലനിർത്താൻ സാധിച്ചിരുന്നു. ഇലക്ഷൻ കമ്മീഷനിൽ നിരവധിയായ പരാതികൾ പോയിരുന്നു. ഇതിനെല്ലാം മറികടന്നുകൊണ്ട് ദേശീയ നേതൃത്വം തന്നെ നേരിട്ട് വന്ന് ഇലക്ഷൻ കമ്മീഷനിലെ രജിസ്ട്രേഷൻ പൂർത്തിയാക്കുകയും പാർട്ടിയുടെ കേരളത്തിലെ 6ാമത്തെ സ്റ്റേറ്റ് പാർട്ടിയായി കേരളത്തിൽ രജിസ്ട്രേഷൻ ലഭിക്കുകയും പാർട്ടിയുടെ ഔദ്യോഗിക ചിഹ്നമായ പുല്ലും പൂവും ചിഹ്നമായി അനുവദിക്കുകയും ചെയ്തിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും വരുന്ന ത്രിതല പഞ്ചായത്തിൽ ആൾ ഇന്ത്യ തൃണമൂൽ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥികൾക്ക് സ്വന്തം ചിഹ്നത്തിൽ മത്സരിക്കാവുന്ന ഒരു പൊളിറ്റിക്കൽ സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അല്ല, ഞാൻ പറഞ്ഞല്ലോ, ഈ ഗവൺമെന്റിനെ താഴെ ഇറക്കാൻ ഇവിടുത്തെ എന്താ പറയുക സാമൂഹിക ബോധമുള്ള ഏത് രാഷ്ട്രീയ സാമൂഹിക പാർട്ടികളുമായിട്ടും മുന്നണിയായിട്ടും ഞങ്ങൾ സഹകരിച്ച് മുന്നോട്ട് പോകും.